ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് എല്ലാ ദിവസവും. അത് ഇന്ത്യൻ സമയം രാവിലെ 7:30 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിൻ്റെ വീഡിയോയിൻ്റെ കമൻറ്റ് ബോക്സിലാണ് നമ്മൾ ഇടാറുള്ളത്. വലിയ വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുകയില്ല. നിങ്ങൾ ഷോർട്സ് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ കഴിയുള്ളൂ. ആ ഷോർട്സ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാണിച്ചിട്ടുള്ള വേക്കൻസികളിലെ നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അവരുടെ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക. ഒരു വേക്കൻസിക്ക് ഒത്തിരി ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യമേ തന്നെ കണ്ടിട്ട് മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല കമ്പനികളും ഇവിടെ രാത്രി 12 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 24 hours ആയിരിക്കും. അപ്പോൾ അവിടെ ആരാണോ കാണുന്നത്, GM-മാരാണെങ്കിലും MD-മാരാണെങ്കിലും ഇവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. കൂടുതൽ എല്ലാവരും 10 മണിക്ക്, ഇവിടുത്തെ 10 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 11:30 ശേഷമായിരിക്കും എഴുന്നേൽക്കുക. റിപ്ലൈ തരാൻ അത്രയും വൈകും. അഥവാ ചിലപ്പോൾ ആളായി എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് റിപ്ലൈ ഉണ്ടാകില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം നല്ല ഉയർന്ന പോസ്റ്റിലുള്ള ആളുകളാണ്. അവർക്കൊക്കെ അല്ലാണ്ട് നമ്മുടെ വാട്സപ്പ് മെസ്സേജിനായിട്ട് അവരങ്ങനെ ഒരിക്കലും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക, അതിന് റിപ്ലൈ തരണമെന്നുമില്ല. പക്ഷേ റിപ്ലൈ കിട്ടും. അവർ കൊടുക്കുന്നവരുണ്ട്. ആർക്കാണോ യോഗ്യതയുള്ളത് അവർക്കാണ് ആ ജോലി കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം ഫ്രീ ജോബ് വേക്കൻസികളാകുമ്പോൾ ഒരുപാട് പേര് അപേക്ഷിക്കും. പൈസ കൊടുത്തിട്ടുള്ളതിനാകുമ്പോഴല്ലേ അധികം ആൾക്കാർ അപേക്ഷിക്കാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾ മംഗലാപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസി തുടങ്ങിയിട്ട്, അതായത് ഏജൻസിക്കാരുടെ തട്ടിപ്പ് എത്രത്തോളം ഭീകരമാണെന്നുള്ളതാണ് അവർ കണ്ടത്. 10,50,00,000 10.5 കോടി രൂപയാണ് അയാൾ കൊണ്ടേക്കുന്നത്. 10.5 കോടി. അപ്പോൾ അത് ആലോചിച്ച് നോക്കൂ. അതിന് 86-ൽ കൂടുതൽ ആളുകളാണ് അതിന് പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വ്യാജമായിട്ടുള്ള ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ ഓഫർ ലെറ്ററുകൾ, ഇമെയിലുകൾ. അപ്പോൾ എത്രത്തോളമാണ് അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. അവരെത്രത്തോളമാണ് നിങ്ങളെയും അതേപോലെ തന്നെ നമ്മളെ വഞ്ചിക്കാനായിട്ട് നമുക്ക് ചുറ്റിനും കൂടി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതാണ് നമ്മുടെ കേരളത്തിലെ ഒരവസ്ഥ. അത് എല്ലാവരും തന്നെ മനസ്സിലാക്കണം. ആ പുള്ളിക്കാരൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, UK-യിലേക്കും കാനഡയിലേക്കുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇത്രയും പണപ്പിരിവ് നടത്തിയത്. വേക്കൻസികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വ്യാജമായിട്ട് വിദേശ വനിതയെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എടുപ്പിച്ച് ഒരു വ്യാജമായ രീതിയിൽ തന്നെ ഓഫർ ലെറ്ററും ഉണ്ടാക്കി, പിന്നെ ഇമെയിലുകളും. ഇതെല്ലാം കൂടി കാണുമ്പോൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ട്, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ച് കടം മേടിച്ചിട്ടാണെങ്കിലും നമ്മൾ പൈസ കൊണ്ടേ കൊടുക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയെ പോലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവർ ചിലപ്പോൾ പുതിയൊരു ഏജൻസി ആണെങ്കിൽ പോലും തുടക്കത്തിൽ ചിലപ്പോൾ ഒരു 10 പേരെ കൊണ്ടുപോകും, ബാക്കി 100 പേരെടുത്ത് ചിലപ്പോൾ പൈസയും മേടിക്കുന്നുണ്ടാവും. എപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് ഇടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് നമ്മളെ അറിയിക്കുന്ന സ്ഥാപനങ്ങളുടെ, അതായത് നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അറിയുന്ന ഓരോ വേക്കൻസികളാണ് നിങ്ങളിലേക്ക് ഇട്ട് തരുന്നത്. അത് UAE-യിലുള്ളവർക്കും, UAE-ൽ വിസയിലുള്ളവർക്കും, വിസിറ്റിലുള്ളവർക്കും, നാട്ടിലുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമാണ്. നമ്മൾ ഇത് ചുമ്മാ പറയുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ പറയുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യം കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പല സമയത്തും എനിക്ക് ഒരു 10 ദിവസം ജോലിക്ക് കയറണമെങ്കിൽ ഞാൻ അന്വേഷിച്ചാൽ പോലും എനിക്ക് ജോലി കിട്ടാറില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കും അറിയാം. കാരണം നമ്മൾ അപ്പോഴേക്കും അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെയുള്ള ജോലിയുടെ ബലത്തിലാണ് നമ്മളവിടെ കടം മേടിക്കുന്നത്. പക്ഷേ ജോലി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തത്, നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നതും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ നല്ല മനസ്സുകൊണ്ട് നിങ്ങളിരുന്ന് ചിന്തിക്കുക. ഒരു ഏജൻസിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് മാറ്റിവെച്ച പണമാണോ, അതല്ലെങ്കിൽ നിങ്ങൾ കടം മേടിച്ച പണമാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ടുള്ള പണമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം. കാരണം ഇതിനകത്ത് കൊണ്ടുപോയി കൊടുത്തതൊക്കെ 20 ലക്ഷം രൂപയാണ്. ഈ 20 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് ആ പുള്ളിക്കാരനൊരു പണിക്ക് പോയാൽ മതി. വേറെ ഒന്നും വേണ്ട. നാട്ടിലൊരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതിയല്ലോ. എന്തിനാണ് UK പോയിട്ട് അല്ലെങ്കിൽ കാനഡയിൽ പോയിട്ട് അവിടെ കടന്ന് കഷ്ടപ്പെടുന്ന? അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇത്ര വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ അവസാന കാലഘട്ടങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ളൊരു പൈസ കിട്ടും. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഏജൻസിക്കാരുടെ കുടുംബം നന്നാക്കിയിട്ട് നമുക്ക് എന്താണ് അതിനകത്ത് ലാഭമുള്ളത്? അവർ രക്ഷപ്പെടുന്നല്ലാതെ. എന്നിട്ട് അയാൾ നാട് വിടുകയും ചെയ്തു. അയാൾ വേറെ ഏതോ രാജ്യത്തേക്ക് കയറിപ്പോയി.
ഇനി അയാളെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഇതേപോലത്തെ ഒരുപാട് ആളുകൾ പൈസ പറ്റിച്ച് പോയവരൊക്കെ ഇപ്പോഴും പല നാടുകളിലും ഇല്ലേ? ആരെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടോ? ആരും തിരിച്ചു കൊണ്ടുവരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി അല്ലാണ്ട് മറ്റേത് ചാനൽ വഴിയാണെങ്കിലും നിങ്ങൾ ആ ചാനലൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ ജോലികൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു ദുരുദ്ദേശവും ഇല്ല. കാരണം ഒരാൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഒത്തിരി ആളുകൾക്ക് ഞാൻ ജോലി മേടിച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മുടെ കോൺടാക്റ്റ് വെച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കയറ്റി കൊടുത്തിട്ട് ആ ഒരു കുടുംബം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാനങ്ങനെ ജോലി കയറ്റി കൊടുത്ത ആളുകളുടെ വീട്ടിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ ഉള്ള നമുക്കൊരു അവരുടെ അടുത്ത് ഉള്ള സന്തോഷത്തോടെ ഒരു വർത്താനം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു ചിരി, ഇത് നമ്മളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തുള്ളതാണ്. അവൻ പൈസ കൊടുത്തിട്ട് അവൻ്റെ നാട്ടിൽ അവൻ പൈസ അവരെ കൊണ്ട് ആർക്കൊക്കെയാണ് ജോലി വേണ്ടത് അവരെ കൊണ്ട് പൈസ അവിടെ കൊടുപ്പിച്ചിട്ട്, പകുതി പൈസ അവിടെ കൊടുപ്പിച്ചിട്ട് ബാക്കി പൈസ ഇവിടെ വന്ന ജോലി റെഡിയായി കഴിഞ്ഞിട്ട് ശമ്പളത്തിൽ നിന്ന് പിടിപ്പിച്ചിട്ട് ഒക്കെയാണ് അവൻ പൈസ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ഇപ്പോഴും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം നോർത്ത് ഇന്ത്യൻസ് ആകുമ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം കാരണം എന്ന് വെച്ചാൽ എഴുതാൻ വായിക്കാനും പോലും അറിയാത്ത ആളുകൾക്കാണ് ഇവനങ്ങനെ ചെയ്യാറുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളാണ്. നമ്മളാരും ഒരു ഏജൻസീൻ്റെ ഇതിലൊന്നും പോയിട്ട് നമ്മളാരും വീഴാണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ഒരു കുഴിയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കുരുക്കിൽ ആരെങ്കിലും കുടുങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ച് പെട്ടെന്ന് കയറ്റി ആ കുരുക്കിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊടുക്കാനാണ് നമ്മൾ ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ചുറ്റിനും ഒത്തിരി ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് നമുക്ക് തരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല. നിങ്ങൾക്കാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. നമ്മൾ തരുന്ന ജോബ് വേക്കൻസികളിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് പൈസ ചോദിച്ചതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്നെ അറിയിക്കുക. ഇന്ന നമ്പറിലുള്ള ആൾ പൈസ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന നമ്പറിലുള്ള ആൾ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് അതിനുള്ള നടപടികളെടുക്കും. കാരണം അത് അത്രയ്ക്കും ജെനുവിനായിട്ടുള്ള രീതിയിലാണ് നമ്മളെ അറിയിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്കും എത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മളിതിന് നിൽക്കുകയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജെനുവിനായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പണം കൊടുത്ത് അവരുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യണം, വിസ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കുക. ജോലി അവർ ചെയ്യുക, നമ്മുടെ കുടുംബം കഴിയാനുള്ള പൈസ, നമ്മുടെ കുറച്ച് കടമൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള പൈസ അവർ തരുകയും വേണം. നമ്മുടെ സാലറിയിൽ നിന്ന് അവർ പിടിക്കുകയാണെങ്കിൽ നമുക്ക് വിസ ഉണ്ടല്ലോ, നമുക്ക് ജോലി ഉണ്ടല്ലോ. എത്രത്തോളം നമുക്ക് നമ്മുടെ അടുത്ത് പിടിക്കാനുണ്ടോ, ഒരു വിസയുടെ പൈസ എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 6500 7000 ദിർഹംസ് വരും. അത്രയേ രൂപ വരുള്ളൂ. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന സംഖ്യയേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കുക. അതിവിടെ വന്ന് ജോലി ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ജോലികൾ വന്നാലും ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ തലബാത്ത് പോലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കൊടുക്കാനും പറ്റും. ഫസ്റ്റ് 3000 കൊടുക്കുന്നത് കൊണ്ട് പിന്നീട് 7000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിസയും തരുന്ന രീതികളാണ് അതിനകത്തുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയിലും പോയിട്ട് ചാടാതിരിക്കുക. മാക്സിമം എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് വലിയ കടബാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ആരെയും കരകയറ്റിക്കൊണ്ടുവരാൻ ആരെക്കൊണ്ടും കഴിയൂല. അപ്പോൾ ഏജൻസികളുടെ മുന്നിൽ പോകാണ്ടിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് അടക്കം ചിലപ്പോൾ അവർ മേടിച്ച് വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാം, ഓഫർ ലെറ്റർ തരാം, അതേപോലെ ഫോൺ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞാലും നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പകുതി പേപ്പറുകൾ മാത്രമേ അവർ സബ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് റിജക്റ്റ് ചെയ്യപ്പെടും, നമ്മുടെ പൈസയും പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ കാശൊന്നും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പേപ്പറുകൾക്കുള്ള വർക്കുകൾക്കുള്ള പൈസയൊന്നും ചിലപ്പോൾ അവരെ സബ്മിറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോക്കൊക്കെ മുടങ്ങും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളുള്ളത്. ചതിയുടെ ഓരോ മുഖങ്ങളാണ് ഓരോ ദിവസം മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളികളൊക്കെ ഇത്രത്തോളം എങ്ങനെ ദുഷ്ടന്മാരായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളത് പലപ്പോഴും ഞാൻ ഓർത്തു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളിൽ ഒരുവനാണ്. എനിക്കും നമുക്കും ഒക്കെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് എനിക്കൊരു ചതി പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബവും വഴിയാധാരമായി പോകും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആർക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കുടുംബം വഴിയാധാരമാവും.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊക്കെ അത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്. നമ്മൾ ഒരിക്കലും ഒരു ഏജൻസിനെയും പ്രൊമോട്ട് ചെയ്യാത്തതും അതേപോലെ തന്നെ പൈസ കൊടുത്ത് കയറി വരുന്ന ജോലികൾക്ക് നിങ്ങൾ മാക്സിമം ശ്രമിക്കരുതെന്ന് എപ്പോഴും പറയാറുള്ളത്. അല്ലാത്ത ജോലികൾ നമുക്ക് ആകുമ്പോൾ നമുക്ക് കയറി വന്നാൽ മതി. അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ നേരിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് വിസ തരുമെന്ന് ഉറപ്പ് പറയുമ്പോൾ, അതായത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പൈസ കൊടുത്താലും കുഴപ്പമില്ല. അത് ഇവിടെ കയറി വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്കും പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യരുത്. നിങ്ങൾ നേരിട്ട് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് അവർ മേടിച്ച് വെച്ച് അവർ നിങ്ങൾക്ക് ഒരു പേപ്പർ തരും. നിങ്ങൾക്ക് വിസ അടിക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പേപ്പറുകളും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾക്ക് ആ പേപ്പറുമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ലേബർ കോർട്ടിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകും. പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ അവർ നിങ്ങളുടെ കൂടെ നിന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് തന്ന് സ്ഥാപനത്തിനെതിരെ നടപടികളൊക്കെ എടുത്തോളും. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ, പക്ഷേ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് നമ്മുടെ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒന്നിനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ എന്നോട് എൻ്റെ നമ്പർ ചോദിക്കാറുണ്ട്. ഞാൻ മിക്കവർക്കും ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്. പക്ഷേ കമൻറ്റുകൾക്കൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ പോലും എനിക്കൊരു മറുപടി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ്. എനിക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ വാട്സപ്പ് നോക്കാൻ സത്യത്തിൽ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുവഴിയും പിന്നെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളായിരിക്കും വരിക. കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് വരുള്ളൂ. വാട്സപ്പിലാകുമ്പോൾ ഒത്തിരി മെസ്സേജുകൾ വരും. നമുക്ക് അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതായത് ഒരാൾ തന്നെ റിപ്പീറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഒരിക്കലും ഏജൻറ്റുമാരെ പ്രൊമോട്ട് ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. ചതിയന്മാരാണ് അവർ. അതിപ്പോൾ എത്ര നമ്മുടെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ ഒരു ഏജൻസി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ തന്നെ അവർ പണി കൊടുക്കും. അതാണ് അതിന് സത്യം. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്കൊക്കെ അൽബേക്കിലേക്കൊക്കെ ഉള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഒക്കെ വന്ന സമയത്ത് അതിന് പോലും ഞങ്ങളുടെ അടുത്ത് നിന്ന് ₹1 പോലും മേടിക്കരുതെന്നാണ് അൽബേക്ക് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത് അന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. അന്ന് എനിക്ക് തോന്നുന്നു ഒരു ₹5000 എങ്ങാണ്ട് അവർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലും വേണ്ട കാര്യമില്ല. 2012 കാര്യം കേട്ടോ പറഞ്ഞത്. അപ്പോൾ 2012 അന്ന് അവരത് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ അൽബേക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളതൊന്നും നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ പോലും അറിയത്തില്ല. പക്ഷെ എപ്പോഴും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ അവരേതെങ്കിലും രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലും കെണിയിൽ പോയി പെടുന്നതിന് മുന്നേ മാക്സിമം ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസും അതേപോലെ തന്നെ ജോബ് വേക്കൻസികളും ഇതേപോലെ കുറേ ഇൻഫർമേഷൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് മാക്സിമം പരിശ്രമിച്ച് നമുക്ക് ജോലി മേടിക്കാമെന്നേ. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. മാക്സിമം എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. സമയം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.